പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് മുൻ എം.എൽ.എ. പി.വി. ശ്രീനിജൻ ചില ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചിരുന്നു. അതിന് മറുപടി പറയുകയാണ്. ഇപ്പോൾ പി.വി. ശ്രീനിജൻ ആരോപിച്ചിരിക്കുന്നത് സർക്കാരിന് കോടതിയിൽ പോകാൻ ഉള്ള സാധ്യതകളില്ല. നേരത്തെ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോയതാണ്, പക്ഷേ അത് തള്ളിയതാണ്. ഇപ്പോൾ ഇനി എങ്ങനെ സർക്കാർ കോടതിയിലേക്ക് പോകും എന്നതാണ് ശ്രീനിജൻ പറയുന്നത്. ഇത് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി എടുത്ത തീരുമാനമാണ്. സർക്കാർ ഇതുവരെ കക്ഷി ചേർന്നിട്ടില്ലല്ലോ. ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഇത്രയും കാലം ഉണ്ടായിട്ട് ഈ വിഷയം 15ാമത് പ്രാവശ്യമാണ് കഴിഞ്ഞ ദിവസം വന്നത്. 14 പ്രാവശ്യവും ഈ പറയുന്ന കുടിയൊഴിപ്പിക്കലിന് വന്നിട്ട് സർക്കാർ ഇത് കണ്ടതായി പോലും ഭാവിച്ചില്ല. അന്നവിടെ എം.എൽ.എ. ആയിരുന്ന ആളാണ്, ഭരണകക്ഷി എം.എൽ.എയുടെ. വേണമെങ്കിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് ഇതേപോലെ ഇടപെടിക്കാമായിരുന്നു. അപ്പോൾ അത് ചെയ്യാത്തതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും മനസ്സിലുണ്ടാവും. എന്തായാലും ഗവൺമെൻറ്, കോടതിയാണ് ഫൈനൽ തീരുമാനം എടുക്കേണ്ടത്. ഗവൺമെൻറ് എന്തായാലും കക്ഷി ചേർന്നുകൊണ്ട് അതിൻ്റെ ചില കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ അത് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് പോകുന്നത്. അത് കോടതി എന്താ തീരുമാനമെന്ന അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യും. എന്തായാലും ഇതുവരെ ഒരു കാര്യവും ചെയ്യാത്ത ആളിപ്പോൾ വന്നിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് ഇത് നടക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. ഇതിനി നടക്കുമോ എന്നുള്ള ഭയമാണ്. യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ട പട്ടികജാതിക്കാരെ വഴിയാധാരമാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ മുൻ എം.എൽ.എ. ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയും സോൾവ് ചെയ്യാനെങ്കിൽ അവിടെയുള്ള നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇത് ഇടയ്ക്ക് വെച്ച് ഇത് ധാരണയിലെത്തിയതാണ്. ഈ ഭൂമിയുടെ ഉടമസ്ഥനും ഇവരും തമ്മിൽ ഏകദേശം ചർച്ച നടത്തി ധാരണയിലെത്തിയ അത് പൊളിച്ചു കളഞ്ഞ ആളാണ് ഈ പറയുന്ന ആൾ. അപ്പോൾ വീണ്ടും അത് പൊളിച്ചു കളഞ്ഞത് വീണ്ടും നടക്കുമെന്നുള്ള വന്നൊരു സാഹചര്യം വന്നപ്പോൾ ഗവൺമെൻറ് ഇടപെടുന്നു, മുഖ്യമന്ത്രി ഇടപെടുന്നു. അപ്പോൾ അങ്ങനെ നടക്കുമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ എങ്ങനെയും ഇത് നടക്കില്ല എന്ന് വീണ്ടും ആ സമരക്കാരെ ബോധിപ്പിച്ച് വീണ്ടും അവരെ തിരിച്ച് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, ഗവൺമെൻറ് അവരോടൊപ്പം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും കോടതി എതിരായിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഗവൺമെൻറ് വേണ്ട നടപടി സ്വീകരിക്കും. ഇത് കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തോ? ഇപ്പോൾ UDF ഗവൺമെൻറ് വന്നിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. ആ മണിക്കൂറുകൾക്കുള്ളിൽ ഇവരുടെ വിഷയം വന്നപ്പോൾ അതിന് അവർക്ക് അനുകൂലമായ തീരുമാനങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു ആരോപണം, ഈ സമരസമിതി രൂപീകരിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറി. പിന്നീട് CPM ഒറ്റയ്ക്കാണ് ഈ സമരസമിതി മുന്നോട്ട് കൊണ്ടുപോയത് എന്നതാണ്. ഒരു സമരസമിതി രൂപീകരിച്ചാൽ അതിൻ്റെ അകത്ത് രാഷ്ട്രീയം കുത്തിത്തിരുകാൻ പാടില്ല. ആ സമരത്തിൻ്റെ വിജയമായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഇത്രയും കാലം ഈ സമരസമിതിയിൽ എല്ലാവരും ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമില്ല. സമരസമിതി ഉന്നയിക്കുന്ന കാര്യങ്ങളും ഈ പറയുന്ന ഈ കുടുംബങ്ങളും ഒരേ കാര്യമാണ് ഉന്നയിക്കുന്നതെങ്കിൽ പിന്നെ അത് അവർ പറയുന്നത് കേട്ടാൽ പോരെ. സമരസമിതിക്ക് വലിയ പ്രസക്തി ഇല്ലല്ലോ. ഈ കുടുംബങ്ങളോടാണ് സംസാരിക്കേണ്ടത്, അവരുടെയാണ് വിഷയങ്ങൾ തീർക്കേണ്ടത്. അപ്പോൾ കുടുംബങ്ങൾ അതിന് സമ്മതമാണ്. കുടുംബങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത അവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷേ ഇന്ന് രാത്രി മുതൽ അവരെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ തന്നെ ഇറങ്ങുമായിരിക്കാം. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എത്രമാത്രം തെറ്റിദ്ധരിപ്പിച്ചാലും അത് ന്യായവും നീതിയുമായിട്ട് ചെയ്യും. മറ്റൊരു ആരോപണം കൂടി പറയുന്നത്, പോലീസ് നടപടി ഉണ്ടാകില്ല എന്ന് ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല. നാളെ ചിലപ്പോൾ അഭിഭാഷക കമ്മീഷൻ വന്നേക്കാം എന്ന തരത്തിലാണ് മന്ത്രി ഇപ്പോൾ വിശദീകരിച്ചത്. പോലീസ് നടപടി ഉണ്ടാകില്ല എന്ന് ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ലെന്ന് ഒരു ആരോപണം കൂടി ഇപ്പോൾ പറഞ്ഞു. അതിപ്പോൾ നാളത്തെ കാര്യം, നാളെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ അവിടെ എത്തുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ. അല്ലാതെ ഇദ്ദേഹം ഊഹിച്ച് പറയുന്നത് വെച്ചിട്ട് അല്ലല്ലോ അവിടെ തീരുമാനമെടുത്ത കാര്യങ്ങൾ. അത് അതിൻ്റേതായ രീതിയിൽ ഡയറക്ഷൻ പോകേണ്ട രീതിയിൽ പോയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പോകേണ്ട. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പരസ്യമായി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും പോയിട്ടുണ്ട്. അതനുസരിച്ച് ഇനി നടക്കുകയുള്ളൂ. സർക്കാർ പൂർണ്ണമായോ കുടുംബങ്ങൾക്കൊപ്പമാണ്? തീർച്ചയായും സർക്കാർ കുടുംബങ്ങൾക്കൊപ്പം ആണല്ലോ മണിക്കൂറുകൾക്കകം ഇതിലേക്ക് ഇടപെട്ടത്. അവിടെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന മുൻ എം.എൽ.എയും അവിടെ ചില പാർട്ടിക്കാരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്ന അനിഷ്ട സംഭവങ്ങൾ അതിനി ഒരിക്കലും ഉണ്ടാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സമ്മതിക്കത്തില്ല. ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വെച്ച് ചില പോലീസ് ഉദ്യോഗസ്ഥനുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അവിടെ ചെറിയ അനിഷ്ട സംഭവങ്ങൾ നടന്നത്. അത് ഗവൺമെൻറ്റിനെ മോശക്കാരനാക്കാൻ വേണ്ടിയാണ് ആ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കിയത്. അത് പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് ഗവൺമെൻറ് ഇവർക്കൊപ്പമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ആ ഗൂഢാലോചന നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ വഴിക്ക് നീങ്ങിക്കുള്ളൂ. അതൊന്നും ഞങ്ങൾ പുറത്ത് പറയുന്ന കാര്യമല്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇനി ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ പൂർണ്ണമായും സർക്കാർ ഈ കുടുംബങ്ങൾക്കൊപ്പമാണ് എന്നതാണ് എം.എൽ.എ. വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ റാംഷാ CP ഇൻ റിപ്പോർട്ടർ, കൊച്ചി.